സഹകരണ ബാങ്ക് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംയുക്ത സമരത്തിൽ യു.ഡി.എഫിൽ ഭിന്നത. സംയുക്ത സമരത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് നിലപാട് തള്ളി ലീഗ് രംഗത്തെത്തി. യോജിച്ച പ്രക്ഷോഭമാണ് വേണ്ടതെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ് വ്യക്തമാക്കി. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഇടതുമുന്നണിയുമായി ഒത്തുചേർന്ന് സമരം ചെയ്യാനുള്ള നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. എന്നാൽ ഒരുമിച്ചൊരു സമരത്തിന് പാർട്ടി വേദികളിൽ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല എന്ന് വി.എം. സുധീരനും എം.എം. ഹസനും ഇന്ന് വ്യക്തമാക്കി. സമാന രീതിയിലുള്ള ആ പ്രതിഷേധം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികളോട് സമാനമായി പ്രതിഷേധ സ്വരം ഉയർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ സംയുക്തമായ സമരം നടത്തുക എന്നർത്ഥമല്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. എന്നാൽ സഹകരണ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ മുഴുവൻ വിഷയമാണെന്നും സഹകരണ മേഖലയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും പറഞ്ഞ് കെ.പി.എ. മജീദ് കോൺഗ്രസ് നിലപാടിനെ പൂർണ്ണമായും തള്ളി. കേരളത്തിന്റെ പൊതുവായൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവ് കണ്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖല രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് പൊതു അഭിപ്രായമാണ്. സഹകാരികളുടെ പൊതു അഭിപ്രായമാണ്. ഇത് CPM സഹകരിക്കുക എന്നതല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ എല്ലാവരും കൂട്ടായി കേരളത്തിന്റെ പൊതുപ്രശ്നങ്ങൾക്ക് എല്ലാവരും കൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. റിസർവ് ബാങ്കിന് മുന്നിൽ സമരം നടത്തുന്ന കാര്യം തങ്ങളോട് ആലോചിച്ചില്ല എന്ന ദുർബലവാദമാണ് ഒന്നിച്ചൊരു സമരത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒന്നടങ്കം പോകുമ്പോൾ പ്രതിപക്ഷത്തോടും കൂടി നമുക്ക് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് പറയാനുള്ള മര്യാദ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നായിരുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സഹകരണ ബാങ്ക് പ്രതിസന്ധി പരിഹരിക്കാൻ ജില്ലാ ബാങ്കുകൾ കോടതിയെ സമീപിക്കുമെന്ന് സഹകരണ മന്ത്രി എ.സി. മൊയ്തീൻ. RBIയുടെ നടപടി നിയമവിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദായ നികുതി വകുപ്പിന്റെ പ്രശ്നവും ആദായ നികുതി വകുപ്പിന്റെയും ഈ പ്രശ്നവും രണ്ടും രണ്ടാണ്. ജില്ലാ ബാങ്കുകൾക്ക് നിയമവിധേയമായി പ്രവർത്തിക്കാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അനുമതി ഉണ്ടായിരിക്കുക, ആ അനുമതി നിഷേധിക്കുന്നു പറഞ്ഞ നീതി നിഷേധത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോകുന്നത്. മറ്റത് ആദായ നികുതി വകുപ്പ് പരിശോധിക്കട്ടെ, ആരാണ് എതിർത്തിട്ടുള്ളത്? സഹകരണ ബാങ്കുകൾക്ക് താഴിടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം അനിശ്ചിതത്വത്തിലാക്കുന്നു. കൊല്ലം അച്ചൻകോവിൽ സ്വദേശിനി ആതിരയുടെ വിവാഹം നടക്കണമെങ്കിൽ സഹകരണ ബാങ്കിലെ 2 ലക്ഷം രൂപയുടെ നിക്ഷേപം പിൻവലിക്കാനാകണം. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഉത്തരവ് മൂലം നിക്ഷേപം പിൻവലിക്കാനാകുന്നില്ല. പഴയ നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിൽ ഇന്ന് നിയന്ത്രണം. മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് ഇന്ന് നോട്ട് മാറ്റിവാങ്ങാൻ അവസരമുണ്ടാവുക. ബാങ്കുകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനി തിങ്കളാഴ്ച മാത്രമായിരിക്കും നോട്ട് മാറ്റിവാങ്ങാനുള്ള അവസരമുണ്ടായിരിക്കുക. നോട്ടുകൾ അസാധുവാക്കിയതോടെ ഏറെ പ്രതിസന്ധിയിലായത് ബാങ്കിന്റെ സഹായികളായി പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവർ മുഖേനയാണ് സാധാരണക്കാരായ ഗ്രാമീണരെ ബാങ്കുകളുമായി ബന്ധിപ്പിച്ചിരുന്നത്. നോട്ടുകൾ അസാധുവാക്കിയതോടെ ഇവർക്ക് വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. നോട്ട് അസാധുവാക്കിയതിനെതിരെ ഗുജറാത്തിൽ ഇന്ന് കർഷക പ്രക്ഷോഭം. സംസ്ഥാന വ്യാപകമായി കർഷകർ ഇന്ന് റോഡ് ഉപരോധിക്കും. 10,000 വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന കർഷക റാലികളിൽ അണിനിരക്കുകയാണ്. പട്ടേൽ ദളിത് പ്രക്ഷോഭത്തിന് പിന്നാലെ നോട്ട് അസാധുവാക്കിയതിനെതിരായ കർഷക പ്രക്ഷോഭവും BJPക്ക് തലവേദനയാകും. കള്ളപ്പണം വെളുപ്പിക്കുന്ന 5-അംഗ സംഘത്തെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് മേൽപ്പറമ്പിൽ പോലീസ് ഒരുക്കിയ വലയിൽ സംഘം കുടുങ്ങുകയായിരുന്നു. അസാധുവാക്കിയ 500-1000 രൂപ നോട്ടുകൾ 30% കമ്മീഷൻ ഈടാക്കി മാറ്റി നൽകുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. ഇന്റലിജൻസ് മേധാവി ആർ ശ്രീലേഖയ്ക്കെതിരെ കേസ് വേണ്ടെന്ന് ചീഫ് സെക്രട്ടറി. കേസെടുക്കണമെന്ന ഗതാഗത വകുപ്പിന്റെ ശുപാർശ ചീഫ് സെക്രട്ടറി തള്ളി. മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണറായിരിക്കെ ശ്രീലേഖ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചാണ് ടോമിൻ തച്ചങ്കരി അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ ശ്രീലേഖ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്നും തച്ചങ്കരിയുടെ ശുപാർശ ദുരുദ്ദേശപരമാണെന്നും കാണിച്ച ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി. അതേസമയം ശ്രീലേഖയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം നടത്തുന്നതായും 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കാണിച്ച വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ 12 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മുന്നൊരുക്കമില്ലാതെ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ ജനം വലയുമ്പോഴാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 12 ഇടങ്ങളിൽ ജനം ഇന്ന് വിധി കുറിക്കുന്നത്. അസം, അരുണാചൽ പ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. നോട്ട് പിൻവലിക്കൽ സഹകരണ ബാങ്കിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിലാക്കി. പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് കർഷകർക്ക് നൽകിയിരുന്ന പലിശരഹിത വായ്പാ വിതരണം നിലച്ചു. നെല്ലളന്ന വകയിൽ കിട്ടാനുള്ള പണം ലഭിക്കാതായതും ബാങ്ക് ഇടപാടുകൾ സ്തംഭിച്ചതും കാരണം പാലക്കാട് ജില്ലയിൽ ഏറെ ദുരിതത്തിലായത് നെൽകർഷകരാണ്.
ശബരിമല തീർത്ഥാടകർക്ക് സന്നിധാനത്തോളം പ്രാധാന്യമുള്ളതായി കണ്ടുവരുന്നതാണ് ഉരക്കുഴി. സന്നിധാനത്തെത്തുന്ന ഭക്തർ ഉരക്കുഴി തീർത്ഥത്തിൽ സ്നാനം കഴിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. സന്നിധാനത്തോളം പ്രാധാന്യമുണ്ട് ഉരക്കുഴിക്കും. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് പമ്പാ നദി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഉരക്കുഴി തീർത്ഥവും. സന്നിധാനത്ത് നിന്നും 2 കിലോമീറ്റർ മുകളിൽ പാണ്ടിത്താവളത്തിന് സമീപം വനത്തിലാണ് ഈ തീർത്ഥസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പുൽമേട് പാണ്ടിത്താവളം വഴി എത്തുന്ന തീർത്ഥാടകർക്കാണ് ഇവിടേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്നതും. ഒരാൾക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് വിസ്താരം കുറഞ്ഞ കുഴിയാണ് ഉരക്കുഴി തീർത്ഥം. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഇവിടെ കുളിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് ഇവിടെ സ്നാനം ചെയ്യാൻ വിശ്വാസികൾ ഇന്നും എത്തിച്ചേരുന്നത്. ഉരക്കുഴി തീർത്ഥത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളോളായിട്ട് നമ്മൾ കേട്ടുകളിയാണ്. നമ്മളെ ഇവിടെ അടുത്താണ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ വന്ന് കൊടുങ്കാട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നീരൊഴുക്കിന് ഔഷധ ഗുണമുണ്ടെന്നും ഇതിൽ കുളിച്ചാൽ മല കയറിയ ക്ഷീണം ഇല്ലാതാകുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഒരിക്കലും പറ്റാത്ത ഉരക്കുഴി പമ്പയുടെ കൈവഴിയായ കുമ്പളം തോട്ടിലൂടെ ഒഴുകി പുണ്യനദിയുടെ ഭാഗമാകുന്നുമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാലും ഉരക്കുഴി ഒരു അത്ഭുതം തന്നെയാണ്. ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. തടയണകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന TNN ഭട്ടതിരിപ്പാടിന് നാട് യാത്രാമൊഴി നൽകി. ജലസംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവച്ച TNN വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയാണ് അന്തരിച്ചത്. TNNന്റെ മൃതദേഹം തൃശൂർ പാഴിയോട്ടുമുറിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.